ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ടോറസ് ആൻഡ് ജെമിനിയുടെ ജനറൽ റീഡിംഗ് ആണ്. ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ടോറസിൻ്റെതാണ്. സോ നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ മൈൻഡ് ക്ലിയർ ആൻഡ് കാമാക്കി വയ്ക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ കാണുന്നു അപ്പം മുതൽ നിങ്ങൾക്കത് കണക്റ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഓക്കെ. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് 9 ഓഫ് സോർഡ്സ്, 3 ഓഫ് സോർഡ്സ്, ദ ഡബിൾ കാർഡ്, 5 ഓഫ് കപ്സ്, പേജ് ഓഫ് സോർഡ്സ്, 2 ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, ദ വേൾഡ്, നൈറ്റ് ഓഫ് വാണ്ട്സ്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് 6 ഓഫ് വാണ്ട്സ് ആണ്. ഓക്കെ. ഫസ്റ്റ് വന്നിരിക്കുന്നത് 9 ഓഫ് സ്വോർഡ്സ് ആണ്. അതായത് ടോറസിൽ ഉള്ള ആൾക്കാർ ഇപ്പോൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര വലിയ രീതിയിലുള്ള ആങ്സൈറ്റികളുണ്ട്. അവർക്ക് ഈവൻ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഒരുപാട് ഭയം, നെഗറ്റീവ് തോട്ട്സ്, ഇതൊക്കെ കൊണ്ട് അവർക്ക് ഒട്ടും സമാധാനമില്ല. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സെക്കൻഡ് കാർഡ് നമുക്ക് 3 ഓഫ് സ്വോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതും ഒരു ഇമോഷണൽ പെയിൻ, ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ഡിസപ്പോയിൻറ്റഡ് ആണിപ്പോൾ. റിലേഷൻഷിപ്പിൻ്റെ കേസിലായാലും. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. സോ മേ ബി എന്തെങ്കിലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കാം കറൻ്റ്ലി, അല്ലെങ്കിൽ ചിലപ്പോൾ പാസ്റ്റിലായിരുന്നിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്ഷനോ അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കറൻ്റ്ലി ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടോറസ് ഉള്ള പേഴ്സൺസിൻ്റെ കറണ്ട് എനർജിയാണ്. സോ അറ്റ് പ്രസൻറ്റ് അവർക്കുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ കറൻ്റ്ലി എന്തെങ്കിലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അഡിക്ഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഓവർ അഡിക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തിനോടെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല. സോ അത് ഒക്കെ നിങ്ങൾ എന്താ പറയുക, ഈ ഒരു ഇമോഷണൽ പെയിന് കാരണമാകും. സോ നെക്സ്റ്റ് കാർഡ് നോക്കുമ്പോഴും സെയിം തന്നെയാണ്. ഒരു 5 ഓഫ് കപ്സ് ആണ് നമുക്കവിടെ കാണുന്നത്. അതും ഇമോഷണലി, സോ റിലേഷൻഷിപ്പ് വൈസ് ആണെന്ന് തോന്നുന്നു. മെയിനായിട്ടും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ, മേ ബി ബ്രേക്കപ്പൊക്കെ ആയി കാണാം. സോ അതിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പേജ് ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ടൈമാണ്. ആൻഡ് അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ക്ലാരിറ്റിയും കിട്ടി തുടങ്ങുന്നുണ്ട്. അതായത് ഇപ്പോൾ അവരുടെ കറണ്ട് എനർജി നോക്കുമ്പോൾ അവർ സ്റ്റക്കായി നിൽക്കുകയാണ്. സോ അവർ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് നമുക്ക് 2 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഒരു കണക്ഷൻ വരുന്നത്. അതായത് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവർ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അവരിപ്പോൾ 2 തീരുമാനം അല്ലെങ്കിൽ 2 കൂടുതൽ തീരുമാനത്തിൽ നിൽക്കുകയാണ്. അപ്പം ഏത് ഡിസൈഡ് ചെയ്യണം, ഏത് ചൂസ് ചെയ്യണം എന്ന് ഓർത്ത് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഏത് ചോയ്സ് എടുക്കണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ.
നെക്സ്റ്റ് നമുക്ക് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ടല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ എഫേർട്സ് ഇടുന്നവരാണ്. പക്ഷേ അവർക്ക് റിസൾട്ട് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ച് എന്താ പറയുക സ്ലോ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും അവർ ചെയ്യുന്നതിനുള്ള റിസൾട്ടൊക്കെ കിട്ടുക. അപ്പോൾ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് പേഷ്യൻസ്, ക്ഷമ എന്നുള്ളത്. ഉറപ്പായിട്ടും അവർക്ക് സക്സസ് ഉണ്ടാവും, പക്ഷെ അത് പെട്ടെന്നായിരിക്കത്തില്ല. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് എന്താ പറയുക ഓരോ പടിയും കയറി പതിയെ അവർക്ക് സക്സസ്സിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പം 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സെയിം ഈ 2 കാർഡ്സ് നമുക്ക് കണക്ട് ചെയ്താലും സെയിം ഇത് തന്നെയാണ് കാണുന്നത്. അതായത് അവർ നല്ല രീതിയിൽ എഫേർട്സ് ഇടുന്നുണ്ട്, അവർക്ക് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടായാലും എല്ലാ കാര്യത്തിലും. പിന്നെ എപ്പോഴും പറയാമല്ലോ നമുക്ക് നല്ല കാര്യങ്ങൾ, ഗുഡ് തിങ്സ് ടേക്ക് ടൈം എന്ന് പറയുന്ന പോലെ അവരിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും അവർക്ക് സക്സസ് ഉണ്ടാകും. ആൻഡ് നെക്സ്റ്റ് കാർഡ് നമ്മൾ ഈ പറഞ്ഞതിനുള്ള ഒരു കൺഫർമേഷൻ പോലെയാണ് വന്നിരിക്കുന്നത്. ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ വേൾഡ് കാർഡ് എന്ന് പറയുമ്പം ഒബ്വിയസ്ലി നമുക്കറിയാം ഒരു കംപ്ലീഷൻ്റെ അല്ലെങ്കിൽ ഒരു സക്സസ്സിൻ്റെ ഒരു വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. അപ്പം തീർച്ചയായും അവരുടെ ലൈഫിൽ സക്സസ് കണ്ടെത്തും. പക്ഷേ ഈ പറഞ്ഞ ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ക്ഷമ വേണം. അവർ ആ ഒരു പോസിറ്റീവായിട്ടുള്ള മെൻറ്റാലിറ്റിയിൽ മുന്നോട്ട് പോകണം, പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. എന്നാൽ അവർക്ക് സക്സസ് ഉറപ്പാണ്. ആൻഡ് നമുക്ക് നൈറ്റ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. സോ നൈറ്റ് ഓഫ് വോൺസ് അവരവരുടെ ആ ഒരു പാഷനിലും അവർ പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് എടുത്തവർ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കാണുന്നത്. സോ നമുക്ക് വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ അവർക്കൊരു സക്സസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ കറൻ്റ്ലി നമ്മൾ നോക്കിയപ്പോൾ അവരുടെ എനർജി എന്ന് പറയുന്നത് ഒരുപാട് ലോയാണ്. മെൻ്റലി ഒരുപാട് ഡിപ്രസ്ഡാണ്, ആങ്സൈറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത്, നെഗറ്റീവ് ചിന്തകളുണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്, ഈവൻ ഉറങ്ങാൻ പോലും നേരെ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത്. പക്ഷെ അതൊക്കെ അവർ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. അവരവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ഷമയോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് സക്സസ് ഉറപ്പാണ്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് 6 ഓഫ് വോൺസ് ആണ്. സോ 6 ഓഫ് വോൺസ് എന്ന് പറയുന്നതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സക്സസിൻ്റെ കാർഡാണ്. അതായത് അവർ ഈ സ്ട്രഗിൾ ചെയ്തതിനും അവർ ഹാർഡ് വർക്ക് ചെയ്തതിനും ഒക്കെ അവരിട്ട എഫേർട്സിനുള്ള സക്സസ് അല്ലെങ്കിൽ ആ ഒരു വിജയം അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. അതിപ്പോൾ അവർ കരിയർ വൈസ് ആണെങ്കിലും അല്ല, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും അവർക്കൊരു സക്സസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അവർ മെയിനായിട്ട് ഇപ്പോൾ മെൻ്റലി അവർ ഓക്കെ അല്ല. സോ അവർ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നും അവർ ബ്രേക്ക് ചെയ്ത് വന്ന് അവർ ചെയ്യേണ്ട ആക്ഷൻസ് എടുക്കേണ്ട ടൈമാണിപ്പോൾ. ഓക്കെ, അപ്പോൾ മെൻ്റലി ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഹീലാക്കുക, മുന്നോട്ട് വരിക, ബോൾഡായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. സക്സസ് എന്തായാലും കാണുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ക്ലൂസ് നോക്കാം. ഓക്കെ, Six, 23, L, Wednesday, 26,
Thursday 24, Saturday W, V, 3, 12, B, morning, challenges, 1, wait, April, few weeks, night, Y, 14, 5, February, afternoon, 7, October, 21, 8, O, 15, 28, 4. സോ ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസ്. സോ ഇവിടെ നമുക്ക് ചാലഞ്ചസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെൻ്റലി നമ്മൾ ഫേസ് ചെയ്യുന്നതും, അതുപോലെ വെയിറ്റും വന്നിട്ടുണ്ട്. വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷമ വേണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. നമുക്ക് സക്സസ്സിന് വേണ്ടിയിട്ട് പേഷ്യൻസോട് കൂടി തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാണ്. സോ നെക്സ്റ്റ് നമുക്ക് ജെമിനിയുടെ ജനറൽ റീഡിങ്സ് നോക്കാം. ഓക്കെ, സോ ജെമിനി ഉള്ള ആൾക്കാർക്കുള്ള ജനറലായിട്ടുള്ള റീഡിങ്സാണ് ഇനി നോക്കാൻ പോകുന്നത്. കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ളത് വിട്ടേക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് 2 ഓഫ് സ്വോർഡ്സ്, ദെൻ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് വോൺസ്, ദ വേൾഡ് കാർഡ്, ക്വീൻ ഓഫ് സ്വോർഡ്സ്, 10 ഓഫ് സ്വോർഡ്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് സ്വോർഡ്സ്, ലവേഴ്സ് കാർഡ് ആൻഡ് 5 ഓഫ് വോൺസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ ജെമിനിയിലുള്ള ആൾക്കാരുടെ റീഡിങ്സിൽ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള കാർഡ് 2 ഓഫ് സ്വോർഡ്സാണ്. അതായത് അവരിപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. മേ ബി റിലേഷൻഷിപ്പിൻ്റെ കേസിലാവാം, അല്ലെങ്കിൽ കരിയറിൻ്റെ കേസിലാവാം. എന്തായാലും 2 ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട്. സോ അതിൽ ഏത് ചൂസ് ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരുടെ കറണ്ട് എനർജി ഇപ്പോൾ അങ്ങനെയാണ് കാണുന്നത്.
സെക്കൻഡ് കാർഡ് നമുക്ക് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് ഒരു കരിയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരു ജോബ് ഓഫറോ അങ്ങനെ എന്തെങ്കിലും അവരെ തേടിയെത്തും, അല്ലെങ്കിൽ അവരെ തേടി എത്തിയിട്ടുണ്ടാകണം. അവരൊരുപാട് ഫിനാൻഷ്യലി ഒക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ജോബ് ഓഫർ ഉടനെ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഉടനെ അവരെ തേടി വരും. നെക്സ്റ്റ് നമുക്ക് ക്വീൻ ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതായത് ജെമിനി ഉള്ള പേഴ്സൺസ് ബോൾഡാണ്, കോൺഫിഡൻ്റ് ആണ്, അവർക്ക് അവരുടെ പാഷനുമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു കഴിവുണ്ട്. ആൻഡ് നെക്സ്റ്റ് ദ വേൾഡ് കാർഡ്, ഒരു സക്സസ് ഓർ കംപ്ലീഷൻ കാർഡാണ് വന്നിട്ടുള്ളത്. സോ അവർക്ക് എന്തോ ഒരു കാര്യം അവർ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം. സോ അതിനൊരു എൻഡ് വരാൻ പോകുന്നു. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എൻഡ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ക്വീൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് അവർ ഇൻഡിപെൻഡൻ്റ് ആകാൻ പോകുന്നു. ആൻഡ് ഇമോഷൻസിനപ്പുറം അവർ എന്താ പറയുക, ബുദ്ധിപരമായ കാര്യങ്ങളെയൊക്കെ നോക്കാൻ പോകുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു. അതിനുള്ള കഴിവ് അവർക്കുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്കൊരു 10 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അതൊരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു എൻഡിങ് കാണുന്നുണ്ട്. മേ ബി റിലേഷൻഷിപ്പിലാകാം, അല്ലെങ്കിൽ ഏതൊരു രീതിയിലായാലും ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്കൊരു റീബർത്തിൻ്റെ കാർഡാണ് കാണുന്നത്. ഈ ഒരു പാസ്റ്റ് നിങ്ങൾ ഹീലാവുന്നതോടുകൂടി, അത് നിങ്ങൾ വിടുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലൈഫ് പാത്താണ് കാണുന്നത്. ആ ഒരു പാസ്റ്റ് നിങ്ങളെ വിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോങ് ടേം സക്സസ് ആണ് കാണുന്നത്. നെക്സ്റ്റ് നമുക്ക് 2 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് വർക്കാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കേസാവാം. അങ്ങനെ ഒരുപാട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് അഗെയിൻ ഒരു 3 ഓഫ് സ്പോർട്സ് വന്നിട്ടുണ്ട്. സോ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ കാർഡാണ്. മേ ബി ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഇമോഷണലി ഡൗൺ ആകാനുള്ളൊരിത് കാണുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ വന്നാലും പാസ്റ്റെല്ലാം ഹീൽ ചെയ്ത് മുന്നോട്ട് തന്നെ പോകണം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഡിവൈൻ കണക്ഷൻ, ഒരു സോൾമേറ്റ് കണക്ഷൻ, ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാർഡാണ്. മേ ബി ഒരു മാരേജ് പോസിബിൾ ആയിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബ്രേക്കപ്പായി കാണാം. അതുകൊണ്ടായിരിക്കും നമുക്കൊരു എൻഡ് ഓഫ് ദി സൈക്കിൾ കണ്ടായിരുന്നു. ഒരു വേൾഡ് കാർഡ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 10 ഓഫ് സ്പോർട്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നല്ല രീതിയിലുള്ളൊരു ഇമോഷണൽ എൻഡ് വരാൻ പോകുന്നു എന്ന് കണ്ടു. ആൻഡ് ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. സോ മേ ബി നിങ്ങളെ സോൾമേറ്റിനെ മീറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, മീറ്റ് ചെയ്യും നിങ്ങൾ. ആ ഒരു കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് 5 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. സോ അതൊരു എന്താ പറയുക, ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാർഡാണ്. അതിപ്പോൾ നമ്മൾ എവിടെയായാലും, ഇപ്പോൾ ജോബ് ചെയ്യുന്ന സ്ഥലത്തായാലും ശരി, റിലേഷൻഷിപ്പിലായാലും ശരി, ഒരു ചെറിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അത് എന്താ പറയുക, അതിൽ നിങ്ങൾ നെഗറ്റിവിറ്റി ആയി അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു ഇതിനെ തടസ്സപ്പെടുത്തരുത്. ഇനിയിപ്പോൾ എന്തൊക്കെ കോൺഫ്ലിക്ട്സ് വന്നാലും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, നമുക്ക് ലവേഴ്സ് കാർഡിൽ വന്ന അതേ സെയിം മെസ്സേജ് എനിക്കിവിടെ കണക്റ്റ് ആവുന്നുണ്ട്. അതായത് ഇമോഷണൽ ഹീലിംഗ് ആൻഡ് ഒരു പുതിയൊരു ലവ് ബിഗിനിങ്, അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ
തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു സന്തോഷത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ഇത് നിങ്ങളെ തേടിയിരിപ്പുണ്ട്. ഓക്കെ, സോ കറൻ്റ്ലി ഇപ്പോൾ നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജോബിൽ അല്ലെങ്കിൽ കരിയർ വൈസ്. ആൻഡ് നിങ്ങൾ കുറച്ചുകൂടെ ബോൾഡായിട്ട് ആക്ഷൻസ് എടുക്കേണ്ട ടൈമാണിപ്പോൾ. നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വരാൻ പോകുന്നു. പക്ഷേ അത് ഒന്നിൻ്റെ അവസാനമല്ല, പുതിയ ഒന്നിൻ്റെ തുടക്കമായിട്ട് കാണണം. ആൻഡ് നിങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് വരണം. നിങ്ങൾക്കൊരു ഡീപ്പ് ലവ് കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. സോ ഇത്രയാണ് നമുക്ക് ജെമിനിയിൽ ഉള്ള ആൾക്കാർക്കുള്ള റീഡിങ്സിൽ വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് യൂണിവേഴ്സിൽ നിന്നും ഇവർക്കുള്ള ഹിൻറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, $26 J, few months, next year, 20 A, fear, July 30, 31, challenges, Saturday 6, 2, 29, 22, loyalty, X, November, yes, 5, 16, 25, long distance, spend quality time, 7, I, L, D, May, Monday, this year, 11, January, trust, 18, G, expectations, 17, V, Q, external influences, February, F, Sunday,
ഗ്രോത്ത്, N U ഹീലിംഗ് ടൈം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ജെമിനിയിൽ വന്നിട്ടുള്ള ക്ലൂസ്. സോ ഇന്നത്തെ റീഡിങ്സ് നമ്മൾ 2 സോഡിയക് സൈൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ്സ് താഴെ രേഖപ്പെടുത്തണം. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.